ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ഉമേഷ് വൺ വ്ലോഗ്സ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എ പ്ലേസ് കോൾഡ് സൈലൻസ് എന്ന സിനിമയാണ്. ഇത് മാൻഡറിൻ ഭാഷയിൽ ചൈനയിൽ ഇറങ്ങിയ സിനിമയാണ്. ഇതിൽ ഏകദേശം ഒരു 1800 കോടിയോളം ഇന്ത്യൻ മണി ഇവർക്ക് ഇതിൽ നിന്നും പ്രതിഫലമായിട്ട് ലഭിച്ചിട്ടുണ്ടെന്നാണ് ഗൂഗിൾ പറയുന്നത്. അപ്പോൾ ഈ സിനിമ നോക്കുവാണെങ്കിൽ ഈ സിനിമയുടെ ഒരു പ്ലോട്ട് പറയുവാണെങ്കിൽ ഒരു സ്കൂളാണ് ആദ്യം കാണിക്കുന്നത്. സ്കൂളിൽ ഹൈസ്കൂളാണ്. ഒരു കുട്ടിയെ, ഒരു മ്യൂട്ടായിട്ടുള്ള ഒരു കുട്ടിയെ 4-5 പെൺകുട്ടികൾ ചേർന്ന് ബുള്ളിങ് ചെയ്യുകയാണ്. അത് സിവിയർ ഹരാസ്മെന്റ് ചെയ്യുകയാണ്, സിവിയർ ആയിട്ട് ഹർട്ട് ചെയ്യാണ് ഈ ഒരു കുട്ടിയെ. അപ്പൊ റിപ്പീറ്റഡ്ലി ഇവരിത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കുട്ടിക്ക് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഒച്ചയിടാനൊന്നും സാധിക്കുന്നില്ല. കുറെ കഴിഞ്ഞ് ഈ കുട്ടിയുടെ അമ്മ ആ സ്കൂളിൽ തന്നെ കുട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടി സ്വീപ്പറായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ അമ്മ വന്നിട്ട് കുട്ടിയെ രക്ഷിക്കുന്നവർ കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സിനിമയുടെ പേര് എ പ്ലേസ് കോൾഡ് സൈലൻസ് എന്നുള്ള പേര് ഈ സിനിമയ്ക്ക് 100% യോജിച്ചതാണെന്ന് ഞാൻ പറയും. കാരണം ഈ സിനിമ നമുക്ക് കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിൽ അത് ഫീൽ ചെയ്യും. പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ച ഓരോ ആൾക്കാരും, ഈ കുട്ടിയുടെ അമ്മയായിട്ട് വന്നത് നിങ് ചാങ് എന്ന കഥാപാത്രമാണ്. അതുപോലെ ഈ ഒരു മ്യൂട്ടായിട്ടുള്ള ഒരു കുട്ടി ഉണ്ട്. അതുപോലെ ഒരു പോലീസ് ആയിട്ട് വന്നിട്ടുള്ള ഒരാള്, കൂടാതെ ഒരു കുറച്ച് കോമഡി ആയിട്ടുള്ള ഒരു കഥാപാത്രമുണ്ട്, ഒരു ലേഡി ഉണ്ട്, ഹൗസ് ഓണറാണ്. പിന്നെ ഈ ഒരു അച്ഛൻ കഥാപാത്രമുണ്ട്, ഒരു വേറൊരു കുട്ടിയുടെ അച്ഛനായിട്ട് വന്ന കഥാപാത്രം. അദ്ദേഹത്തിന് നല്ല റോളുകളുണ്ട്. അപ്പൊ ഇവരൊക്കെ തന്നെ നമ്മളെ മാനസികമായിട്ട് ഒരുപാട് അറ്റാച്ച്മെന്റ് നമുക്ക് തോന്നിക്കുന്ന കഥാപാത്രങ്ങളാണ്. പിന്നെ ഈ സിനിമയിലെ ഓരോ ആൾക്കാരും ഇന്നത് ചെയ്യാൻ വേണ്ടി ഇന്ന കാരണം ഉണ്ടെന്ന് നമുക്ക് ഇത് മനസ്സിലാക്കും. നമ്മൾ ഈ സിനിമ കാണുമ്പോൾ അതറിയും. ഒരു പാസ്റ്റില് ഒരു ബുള്ളിങ് അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇത് ഈ ബുള്ളിങ് എന്നുള്ളത് സ്കൂളിൽ മാത്രമല്ലല്ലേ, വീടുകളിൽ ഉണ്ടാകാം, അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിൽ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഉണ്ടാകാം, ഭർത്താവിന്റെ അടുത്ത് നിന്ന് ബുള്ളിങ് കിട്ടുന്ന ഭാര്യമാരുണ്ടാകാം. അപ്പൊ അങ്ങനെയൊക്കെ പല രീതിയിൽ ഈ ബുള്ളിങ് ഉണ്ട്. അപ്പൊ അത് ഈ സിനിമയിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. നമുക്കത് ശരിക്കും ഫീൽ ചെയ്യും. പിന്നെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ വരുന്ന ഒരു സിനിമയാണ്. നമ്മൾ അവസാനത്തോട് അടുക്കുമ്പോൾ ലാസ്റ്റ് ആ ഒരു ട്വിസ്റ്റ് ഒന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ട്വിസ്റ്റാണ്. നമ്മൾ അവസാനം ആകുമ്പോഴേക്കും ഈ സിനിമയുടെ പേര് എ പ്ലേസ് കോൾഡ് സൈലൻസ് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും 100% നമുക്ക് ആ പേരിനോട് നീതി പുലർത്താം. നെറ്റ്ഫ്ലിക്സിൽ ഈ സിനിമ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് മാൻഡറിൻ ഭാഷയിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്, ഇംഗ്ലീഷിൽ അവൈലബിൾ ആയിട്ടില്ല. സബ് ടൈറ്റിൽ ഉപയോഗിച്ച് ആയിട്ടാണ് ഞാൻ കണ്ടത്. അങ്ങനെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. 100% ഞാനിത് നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് സബ് ടൈറ്റിൽ ഉപയോഗിച്ച് സിനിമ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് കാണാവുന്നതാണ്. സോ ഈ സിനിമ അത്ര എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്ന് കാണുക. ഒന്ന് കണ്ട് നിങ്ങൾക്ക് ഈ ഒരു ക്രൈം ത്രില്ലറൊക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.